ടയർ ഇപ്പൊ കോണ്ടിനെന്റൽ 4 ടയർ നമ്മൾ മാറി. വേറെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എല്ലാ ഭാഗവും പെർഫെക്റ്റ്. സിംഗിൾ ഓണർഷിപ്പ് എല്ലാ സർവീസും പ്രോപ്പർ ആയിട്ട് കമ്പനിയിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തതാണ്. സർവീസ് എല്ലാം പക്ക കമ്പനി സർവീസ്, സീറോ ക്ലൈമിൽ നിൽക്കുന്ന വാഹനമാണ്. 2022 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 22 GX ഓട്ടോമാറ്റിക്. അതുമല്ല 2027 ഡിസംബർ വരെ ഈ വണ്ടിക്ക് അണ്ടർ വാറന്റി ഉണ്ട്. മഹീന്ദ്ര കമ്പനി അണ്ടർ വാറന്റി ഉണ്ട്. ഇനി 1.5 വർഷത്തേക്ക് ഏകദേശം വാറന്റി ബാക്കിയുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ധൈര്യത്തിൽ കൊണ്ടുപോകാം, ഒന്നും നോക്കാനില്ല. ഒരു മസിൽ കാറാണ്. അതെ, മസിൽ കാർ, അമേരിക്കൻ മസിൽ കാർ. തീർച്ചയായും ഫോർഡ് മസ്താങ്. ഫോർഡ് മസ്താങ്. ഇത് 2016, അതായത് 2016 മോഡൽ. എല്ലാവർക്കും നമസ്കാരം. ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരു അടിപൊളി പ്രീമിയം കാറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഇന്നോവ ക്രിസ്റ്റകളുടെ നിരത്തിയിട്ടിട്ടുണ്ട്, മഹീന്ദ്ര ഥാർ ഉണ്ട്, മെഴ്സിഡസ് ബെൻസ് ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഓവർടേക്ക്. ഓവർടേക്ക് പ്രീമിയം കാറാണ്. ബാബുക്ക് നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. അനസ് ഭായി നമ്മുടെ കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഈ ഷോറൂമിന്റെ സാരഥികൾ അല്ലേ? ഓക്കെ, വീട് എത്തി. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ? തിരൂർ റോഡിൽ. ഓക്കെ, ഓക്കെ. അപ്പോ ഇന്ന് എന്താ ബാബുക്ക മൊത്തത്തിൽ ഒന്ന് അലങ്കരിച്ചിട്ടല്ലോ, ഫസ്റ്റ് ആനിവേഴ്സറി എന്നൊക്കെ കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ചല്ലേ, നമ്മളെ ഷോറൂം തുടങ്ങിയിട്ട് 1 വർഷം തികയാണ്. ഓഗസ്റ്റ് 15-നാണ് 1 വർഷം തികക്കുന്നത്. ഓഗസ്റ്റ് 15 വിത്ത് ഓണം കൂടെ അല്ലേ? അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോ നമ്മള് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക്? ഉണ്ട്. നമ്മള് ഓണമായിട്ടും നമ്മുടെ ആദ്യത്തെ ആനിവേഴ്സറി ആയതുകൊണ്ടും 1 മാസം, ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന എല്ലാ ആളുകൾക്കും ഫുൾ ടാങ്ക് ഫ്യൂല്. അത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഓഗസ്റ്റ് 15 മുതൽ ഈ വീഡിയോ ഇറങ്ങുന്ന മുതൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാ ആളുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്ത വണ്ടികൾക്ക് ഫ്യൂൽ ടാങ്ക് എണ്ണയും കൊടുക്കാം. ഫുൾ ടാങ്ക് എണ്ണയും കൊടുക്കാം പറ്റും. ഓക്കെ, അപ്പോ എല്ലാ സെഗ്മെന്റ് കാറുകളുള്ള ഒരു ഷോറൂമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ 1ാം വാർഷികമാണ്. നമ്മുടെ 1ാം വാർഷികത്തിന്റെ അനുബന്ധിച്ച് പറയുകയാണ്, ഇത്രയും കാലം നമ്മളോട്ട് സഹകരിച്ചൊരു നമ്മുടെ ഇത് വണ്ടി മേടിച്ച ആളുകളുണ്ട്. നമ്മുടെ ഫാമിലി, നമ്മുടെ നാട്ടുകാർ, എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെയധികം നന്ദി. ഓക്കെ, അപ്പൊ തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഓവർടേക്കിന്റെ ബാക്കി വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു. ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പർച്ചേസിങ്ങിന് കുറെ മാൻഡേറ്റ് ഉണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും നമ്മൾ എടുക്കാറില്ല. തികച്ചും ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള വാഹനങ്ങൾ, ചെറിയ കേസുകളൊക്കെ ഇപ്പൊ ബമ്പർ വരയുക, അതുപോലെ ബോഡിയിൽ സ്ക്രാച്ചസ്, അതൊക്കെ നോർമലി നമ്മുടെ റോഡിൽ എന്തായാലും ഉണ്ടാവും. അതല്ലാതെ നമ്മള് ഫേസ് ടു ഫേസ് ആക്സിഡന്റുകൾ, ടോട്ടൽ ലോസ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി തന്നെ കൊടുക്കാം. ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികളും അതാത് കമ്പനിയിൽ കൊണ്ട് സർട്ടിഫൈ ചെയ്തെടുക്കാം. അത്രയും ഗ്യാരണ്ടിയാണ്. നമ്മൾ അതുപോലെ ബൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും കഴിയും. ഇന്നും നല്ല അടിപൊളി പ്രൈസ് കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാ വണ്ടികളും നമുക്ക് മാന്യമായ രീതിയിൽ പ്രൈസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓവർടേക്ക് 1 വർഷം കൊണ്ട് നമുക്ക് മാന്യമായ സെയിൽ ഉണ്ടായതും എല്ലാം അതുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ആദ്യ വാഹനം പ്രീമിയം സെഗ്മെന്റ് ആണ്, മെഴ്സിഡസ് ബെൻസ് C220D. ഇത് ഒറിജിനൽ കേരള തന്നെ. അതെ. ഓക്കെ, ഒറിജിനൽ കേരള 2022 മോഡൽ. 23 രജിസ്ട്രേഷനും ഡെലിവറി ഉള്ള ഇപ്പത്തെ റണ്ണിങ് ഷേപ്പ്. ഇപ്പൊ നമ്മള് 2026 മേടിക്കുന്ന ഷേപ്പാണ് ഈ വെഹിക്കിൾ. സെയിം ഷേപ്പ്. സിംഗിൾ ഓണർ ആണ്. 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. ന്യൂ ഇൻഷുറൻസ് ആണ്. റീസെന്റ് സർവീസ് ചെയ്തതാണ്. കിലോമീറ്റർ എത്രയായി? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന്റെ ടയർ ഇപ്പൊ മാറി. അതെ, ടയർ ഇപ്പൊ കോണ്ടിനെന്റൽ 4 ടയർ നമ്മൾ മാറി. വേറെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എല്ലാ ഭാഗവും പെർഫെക്റ്റ്. സിംഗിൾ ഓണർഷിപ്പ് എല്ലാ സർവീസും പ്രോപ്പർ ആയിട്ട് കമ്പനിയിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തതാണ്. നല്ല കിടിലൻ ഫാൻസി നമ്പറോട് കൂടിയുള്ളതാണ്. അപ്പോൾ C220D ന്യൂ ഷേപ്പ് നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് പുതിയ വണ്ടി പരിഗണിക്കുകയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. അതെ, 10 നമ്പർ. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് നിങ്ങളുടെ? ഇത് നമ്മൾ 46 ആണ് ആസ്കിങ് ചെയ്യുന്നത്. 46 ലക്ഷം. പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ട്? 78 ലക്ഷം രൂപയോളം വരും. 78 അല്ലേ? 46 ചോദ്യമാണ്, മാറ്റം ചെയ്ത് കൊടുക്കാം, വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഏകദേശം പകുതിയോളം വിലയായി. അതെ. ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 40 ലാക്ക് വരെ ലോൺ വരും. 40 ലാക്ക് വരെ. 40. ഓക്കെ. ബാക്കി ഇപ്പോൾ കമ്പനി വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? വാറണ്ടി ജസ്റ്റ് 4 days മുന്നേ കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് റിന്യൂവൽ ചെയ്യാം.
നമ്മള് ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മള് ബ്രിഡ്ജ് വേന്നാണ് വണ്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു 4 ദിവസം മുന്നേ വരെ കഴിഞ്ഞു. കമ്പനി വാറണ്ടി തന്നെ എടുക്കാൻ പറ്റും. കമ്പനി വാറണ്ടി എടുക്കാം. ഓക്കെ. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിയോ 40 lakhs വരെ ലോണും കിട്ടും. 46 lakhs ആണ് ചോദ്യം. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്തത് ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ക്രിസ്റ്റ ഉണ്ട്. വൈൻറെഡ് തന്നെ 2 ഉണ്ട് അല്ലേ? ടോട്ടൽ 8 ക്രിസ്റ്റ ഉണ്ട്, ഓട്ടോമാറ്റിക്കും മാനുവലായിട്ട് എല്ലാം ആയിട്ട് അല്ലേ? ഓക്കെ, എല്ലാം കേരള വണ്ടി തന്നെയാ? എല്ലാം കേരള വണ്ടി. ഒരു വണ്ടി മാത്രം അതർ സ്റ്റേറ്റ് ഉണ്ട്. രണ്ടും ചെയ്യുന്നില്ലേ? ഉണ്ട്. പ്രീമിയം വണ്ടിയിലും രണ്ടും ചെയ്യുന്നില്ലേ? പ്രീമിയം വണ്ടിയിലുണ്ട്, എല്ലാ വണ്ടിയിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് അതർ സ്റ്റേറ്റ് വണ്ടികൾ ധാരാളം വരുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ക്ലൈം ഇല്ലാത്തതും ഡയറക്റ്റ് പർച്ചേസും ചെയ്യാൻ പറ്റിയ വണ്ടികൾ ഒരു 1%, 99% നമ്മൾ കേരള വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടി GX ഓട്ടോമാറ്റിക്. ഓക്കെ. കിലോമീറ്റർ 80,000 കിലോമീറ്റർ, 80,000 ഫുൾ സർവീസ്, എല്ലാം പക്ക കമ്പനി സർവീസ്, സീറോ ക്ലെയിമിൽ നിൽക്കുന്ന വാഹനമാണ്. 2022 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 22 GX ഓട്ടോമാറ്റിക്. GX ഓട്ടോമാറ്റിക് ഡീസൽ. അഡീഷണൽ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? അഡീഷണൽ ഫിറ്റിംഗ്സ് ധാരാളം ഉണ്ട്. 1 ലക്ഷത്തിന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ഉണ്ട് ഈ വണ്ടി. 1 ലക്ഷത്തിന്റെ മുകളിലോ? ഫുള്ളാണ്. നോക്കിയറിയാം, GX-ന്റെ രംഗത്തൊന്നും വരില്ല, ഫുൾ ഫിറ്റിംഗ്സ് ആണ്. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? നമ്മുടെ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 24-25 ആണ്. നമ്മുടെ 1ാം വാർഷികം ഓണായിട്ട് കസ്റ്റമേഴ്സിന് മാന്യമായ ഡിസ്കൗണ്ട് ആണ്. 23,80 കൊടുക്കും. 23,80,000 രൂപയ്ക്ക് പ്ലസ് നമ്മൾ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചെടുക്കും. ഫുൾ ടാങ്ക് എണ്ണയും കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു ക്ലീൻ പീസ് വാഹനം. ഓക്കെ. അടുത്തതും മൈൻറെഡ് ക്രിസ്റ്റാനെ ഇതേ മോഡൽ സെയിം 2021 Z ഓട്ടോമാറ്റിക്. ഇതൊക്കെ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ലോഡ്. ഓക്കെ, ഫുൾ ഡീസൽ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ, 0 ക്ലൈം, 4 ബ്രാൻഡ് ന്യൂ ടയർ. നമ്മൾ മുമ്പ് പറഞ്ഞ വണ്ടിയിലും പുതിയ ടയറാണ്. ഇവിടെ ഈ റോയിൽ നിൽക്കുന്ന എല്ലാ വണ്ടിക്കും ഫ്രഷ് ടയർ ഇട്ടതാണ്. എല്ലാം ബെൻസും ഈ കാണുന്ന ക്രിസ്റ്റിങ്, ആ 2 താറും എല്ലാം ബ്രാൻഡ് ന്യൂ ടയറാണ്. കാരണം എന്താ വെച്ചാൽ ടയർസിന് തന്നെ നിങ്ങൾ ഇപ്പൊ തേഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ പൊട്ടും ടയർ മാറണമെങ്കിൽ അല്ലേ? ഞങ്ങളൊരു 60 വരെ ഓടിയ വണ്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ ഫ്രഷ് ടയർ ഇടാറാണ്. ഓക്കെ. അപ്പൊ ഈ 21 മോഡൽ Z ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 72,000. 72,000 ഓടിയേക്കുന്ന വാഹനമാണ്. അപ്പോൾ Z ഓട്ടോമാറ്റിക്കിന്റെ സുഖം ആസ്വദിക്കുന്നവർക്ക് എടുക്കാൻ. പ്രൈസിങ് എങ്ങനെയാണ് ഇതിന്റെ? പ്രൈസ് 28,500. 28,50,000 രൂപയ്ക്ക് 21 Z ഓട്ടോമാറ്റിക്. 72,000 ഫൈനൽ പ്രൈസ് ഇട്ടതാണത്. എന്നാലും നമ്മളെ വാർഷികവും ഓണായിട്ട് 25,000 രൂപയുടെ കുറച്ച് 28-25 കൊടുക്കാം. ഓക്കെ, 25,000 രൂപ കുറച്ചിരിക്കുന്നു അല്ലേ? സ്പെഷ്യൽ ഓഫർ. ഡീസലും. ഓക്കെ. അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണയുണ്ട്. 21 മോഡൽ KL 31 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇതിനൊക്കെ മാക്സിമം ലോണും കയറുമല്ലോ? 80% വരെ ലോണ് കയറും. പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറുടെ ബാങ്കും അവർ സിബിൽ സ്കോറും അവർ ITR-നും ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാങ്ക് ഡിസൈഡ് ചെയ്യും അവർക്ക് എത്ര കൊടുക്കണം എന്നുള്ളത്. നമ്മളല്ലാതെ നമ്മൾ 100% കൊടുക്കുന്നു പറയുന്ന അർത്ഥമില്ലല്ലോ. കസ്റ്റമർ ഡിപ്പെൻസ് അവരുടെ ഡോക്യുമെന്റ് തന്നെ ബാങ്ക് നോക്കുന്നത്. വണ്ടിക്ക് എന്തായാലും മാക്സിമം കയറും. മാക്സിമം വണ്ടിക്ക് 80% കയറും. നമ്മളെ ക്രിസ്റ്റ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. കാരണം ക്രിസ്റ്റയെ മാത്രമല്ലല്ലോ, വേറെ ആരാധകർ ഉണ്ടാവില്ല അല്ലേ? ടൊയോട്ട ഷോറൂം വന്ന് ചില ആൾക്കാർ. ഓക്കെ. അടുത്ത നമ്മള് അൾട്ടിസ് ആണ് കാണിക്കുന്നത്. ഒരു സെഡാൻ കാറ്റഗറി വാഹനമാണ് ടൊയോട്ട അൾട്ടിസ്. ഇത് റിയായ വണ്ടിയാണല്ലേ? ആയിട്ടില്ല. അതർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. 2019 ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, ന്യൂ ഷേപ്പ് ആണ്, ഡീസലാണ്, ബേസ് മോഡലാണ്. ഡീസൽ മാനുവൽ. ഡീസൽ. ഇതിന് പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ ടൊയോട്ടയുടെ ജനപ്രിയ വാഹനം ഏതാന്ന് വെച്ചാൽ ഇതാണ്. ടൊയോട്ട അൾട്ടിസ് ഒരു മെയിൻ്റെനൻസും ഇല്ല. ഡീസൽ മൈലേജ് ഇപ്പോൾ ഒരു സാധാരണ വണ്ടിനേക്കാളും കൂടുതൽ ഡീസൽ മൈലേജ് ഇല്ല. 18-20 വരെ നല്ല ഡ്രൈവ് ചെയ്യുന്നവർ കിട്ടും. ഈ വണ്ടി അതർ സ്റ്റേറ്റിൽ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ആണ്. 1000 മുതൽ അറ്റ് പ്രസന്റ് 121 അതുവരെ കമ്പനി വെൽ മെയിൻറ്റൈൻഡ് എവറി 10,000 കിലോമീറ്റർ. പിന്നെ ടൊയോട്ടയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇവിടെ വരുന്ന ആൾക്ക് ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിലവിൽ റീപ്ലേസ് ഒന്നുമില്ല? ഒന്നും റീപ്ലേസ് ഇല്ല. അവിടെ എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണറിന് ടച്ചിങ് ഉണ്ടാവും. അവിടെ പുറത്തുനിന്ന് വരുന്ന വണ്ടിയിൽ NOC എവിടെ എടുത്തില്ലല്ലോ? NOC എടുത്തില്ല. ആർക്കാണോ ഡീൽ ആവുന്നത് അവർക്ക് നമ്മളെ വിത്ത് NOC. ആ RTOയിൽ നമ്മൾ ടാക്സ് അടച്ച് പുതിയ ഇൻഷൂർ. ഈ വണ്ടിയിൽ 4 പുതിയ ടയറാണ്. മറ്റെല്ലാ ഭാഗവും പെർഫെക്റ്റ് ആണ്. എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ചില ഇങ്ങനെ കേട്ടിട്ട് ടയർസ് മാറാനും മറ്റുള്ള അങ്ങനെയൊന്നുമില്ല.
എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഡീസൽ ഫുൾ ടാങ്ക് ആണ്, അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 10,75,000 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. NOC അല്ല, നമ്പർ അടച്ച് അവരുടെ പേരിലേക്ക് ആയിക്കൊടുത്ത് ഫൈനൽ 10,25 കൊടുക്കാം. 10.5 ലക്ഷം രൂപയ്ക്ക് 2019 കേരള നമ്പർ ആക്കിയിട്ട് ഈ ഒരു ഡീസൽ അൾട്ടിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർ നിങ്ങളാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ട് എന്തായാലും നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് മഹീന്ദ്ര ഥാറാണ്. 2 ഥാറുകളുണ്ട് ഇവിടെ, രണ്ടും ബ്ലാക്ക് തന്നെ അല്ലേ? രണ്ടും ബ്ലാക്ക് ആണ്. മഹീന്ദ്ര താറ് ജീപ്പ് നമുക്ക് വന്നാൽ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് പോകും, പെട്ടെന്ന് പോകും അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുന്നത്. ഇത് മഹീന്ദ്ര താറ് 2021 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. 4 ബ്രാൻഡ് ന്യൂ ടയർ ഇട്ടിട്ടുണ്ട്, 0 ക്ലൈം. അതുമല്ല 2027 ഡിസംബർ വരെ ഈ വണ്ടിക്ക് അണ്ടർ വാറന്റി ഉണ്ട്. മഹീന്ദ്ര കമ്പനി അണ്ടർ വാറന്റി ഉണ്ട്. ഇനി 1.5 വർഷത്തേക്ക് ഏകദേശം വാറന്റി ബാക്കിയുണ്ട്. അതെ അല്ലേ? ഓക്കെ, അപ്പൊ ധൈര്യത്തിൽ കൊണ്ടുപോകാം, ഒന്നും നോക്കാനില്ല. 1,07,000 കിലോമീറ്റർ ഓടി 14,50,000 രൂപ. 14.5 ലക്ഷത്തിന് 2021 ഡീസൽ ഓട്ടോമാറ്റിക് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഥാറ് അങ്ങനെ കാണാറില്ല. ഇല്ല. ഇത് അടുത്ത വർഷം 12 അത്രയും നല്ല ഒരു കസ്റ്റമറായി വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടം പോയിട്ടുണ്ട് 1.7. പക്ഷേ വണ്ടിയിലെ ബോഡിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത്രയും ക്വാളിറ്റിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് നമ്മൾ 4 പുതിയിട്ടുണ്ട്. ടയറിന്റെ ഭാഗത്തേക്കും ചിന്തിക്കാനില്ല. ഇല്ല. പിന്നെ പ്രൈസ് ഇത് ഫൈനലാണോ അതോ ഓണത്തിന്റെ ഓഫർ ഉണ്ടോ? ഓണം ഓഫർ 30,000 രൂപ കുറച്ച് കൊടുക്കുക, 14,20. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമറുടെ ആ സാഹചര്യം പോലെ ചെയ്തു നോക്കിയിട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഥാറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്നോവയൊന്ന് പരിചയപ്പെടാം. നല്ലൊരു ക്ലീൻ പീസ് വാഹനം, പക്ക ക്ലീൻ തന്നെയാ അല്ലേ? 2014 വി ആണ്. ഓക്കെ, 14 വി ആണ്. 99,000 കിലോമീറ്റർ, പക്ക കമ്പനി സർവീസ്. 99 കറക്റ്റ് ആണ്. ഈ ഏജിൽ അത്രയും കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടാറില്ല, പ്രയാസമാണ്. ഇന്നോവയാണ് പ്രത്യേകിച്ച്. ഇന്ത്യയിലൊക്കെ ഒക്കെ ഫുൾ സീറ്റ് വർക്ക് ചെയ്താണ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. 4 പുതിയ ടയേഴ്സ് എല്ലാം പുതിയതാണല്ലേ? ഒന്നും നോക്കാനില്ല അതിന്റെ ഭാഗത്തേക്ക്. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. റീ വണ്ടിയാണോ അതോ കേരള? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, ഒറിജിനൽ കേരള 2014 വി ഓപ്ഷൻ ഇന്നോവയാണ്. അലോയ്സ്, ഓട്ടോ ക്ലൈമറ്റൈസിംഗ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? അതെ. സെക്കൻഡ് ഓണറാ? 11,25,000 രൂപ. 11,25. അതിൽ നമ്മുടെ ഓഫർ കഴിച്ചിട്ട് പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് 11 ലക്ഷം രൂപ കൊടുക്കുക, പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട്. ഓക്കെ, 1 വർഷത്തേക്ക് ഇൻഷുറൻസിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. 11 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒറിജിനൽ ശരിക്കും 1 വർഷത്തിന് ഒന്നും നോക്കാനില്ല. സർവീസ് ചെയ്തതാണ്. 4 പുതിയ ടയറാണ്. ബോഡി വെരി ഗുഡാണ്. ഡീസൽ പിന്നെ ഫുൾ ടാങ്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓടി അതായത് ഇന്നോവ കെയർ ഒരുപാട് വരുന്നുണ്ട് റീ വണ്ടികൾ. അല്ലാണ്ട് തന്നെ കേരള വണ്ടികളും ചിലപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ അതിന്മേൽ ചിലപ്പോൾ പണികൾ ഉണ്ടാവും കയറ്റാനുള്ള. ഒന്നുമില്ല. ഉറപ്പ് കൊടുക്കാലോ. 100% ചെക്ക് ചെയ്ത് കൊണ്ടുപോകും ചെയ്യാം നമുക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. അടുത്ത വണ്ടി വീണ്ടും നമ്മൾ ഥാറിലെത്തി. KL 72 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് മാനന്തവാടി അല്ലേ? 2023 മോഡല്, 23 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, സെയിം സാധനം തന്നെ. നേരത്തെ 21 കണ്ടു, ഇത് 23 മോഡലുണ്ട്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് പുതിയ ടയേഴ്സ് ആണ്, ഒരു സംശയമില്ല. നോക്കിക്കോളൂ, 4 പുതിയ ടയർ തൊട്ടടുത്ത കടയിൽ നിന്നിട്ടാണ്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ എത്രയായത്? കിലോമീറ്റർ 38,000 കിലോമീറ്റർ. 38,000. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർ. ഓക്കെ, 0 ക്ലെയിം ആണ്. ആ വണ്ടിയും സിംഗിൾ ഓണർ, ഇതും സിംഗിൾ ഓണർ. ഓക്കെ, 0 ക്ലെയിം അല്ലേ? 0 ക്ലെയിം. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 17,50. 17.5 ലക്ഷം 23 ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ്. ഇതിപ്പോൾ പുതിയതിന് ഏകദേശം 23 മേപ്പ് പ്രൈസ് ഹൈക്ക് വന്ന് 23 മേലുണ്ട്. 23 മേലുണ്ട് പുതിയ. അന്ന് ഏകദേശം 23 അടുത്തുണ്ടാവും അല്ലേ? അന്ന് 22 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 4x4 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, ഞാൻ ഈ പുതിയ വണ്ടീൻ്റെ പഴയ വണ്ടീൻ്റെ വില പല വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവർ പുതിയ വണ്ടീൻ്റെ മാർക്കറ്റുമായിട്ടാണ് കൂടുതൽ കമ്പയർ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാ എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന കാണാറ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് വണ്ടിക്കൊരു വില പറഞ്ഞ് എടുക്കാറായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ ആളുകളും പുതിയ വണ്ടിക്ക് ഷോറൂമിൽ എന്താന്ന് വില അന്വേഷിക്കും. എന്നിട്ട് അതിനോട് ആനുപാതികമായിട്ട് കസ്റ്റമർ നമുക്ക് റേറ്റ് തരുന്നുള്ളൂ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക്. അപ്പൊ ഇവര് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് അതാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. പിന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓഫർ കഴിഞ്ഞോ? ഓഫർ ഉണ്ടോ? ഓഫർ 17,20 കൊടുക്കാം. 17,20. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ തിരിച്ച് വീണ്ടും ക്രിസ്റ്റയിലേക്ക് എത്തി. നല്ലൊരു സിൽവർ ക്രിസ്റ്റ. ഇത് ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള, പക്ഷെ അതർ സ്റ്റേറ്റ് വന്നാണ്. അങ്ങനെ MH ആണ് വണ്ടി.
2022 GX മാനുവൽ ഹൈ ക്വാളിറ്റി കേരള വണ്ടിനേക്കാളും മികച്ചു നിൽക്കുന്ന ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പർച്ചേസ് ചെയ്തതാണ്. 2022 72,000 കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഇന്നലെ സർവീസ് ചെയ്ത് കയറിയിട്ടുള്ളൂ. 20,000 രൂപ കൊടുത്ത് ഫുൾ സർവീസ് 72ന്റെ ചെയ്തതാണ് വണ്ടി. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി ഞങ്ങൾ ചെക്ക് ചെയ്താണ്. അതർ സ്റ്റേറ്റിൽ 3 സർവീസാണ് ഉള്ളത്. 3 സർവീസ് അല്ലേ? ബാക്കി ചിലത് പുറത്ത് ചെയ്തിട്ടുണ്ടോ? ചില വലിയ കമ്പനികളൊക്കെ അവർക്ക് ഓൺ വർക്ക്ഷോപ്പ് ഉണ്ടാവും, അവിടെ നിന്നായിരിക്കും അധികം സർവീസ് ചെയ്യുക. എന്തായാലും വണ്ടി മീറ്റർ ടാമ്പറിംഗ് എല്ലാം ചെക്ക് ചെയ്ത് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാറില്ല. വെച്ചാൽ ഇത് 22 വണ്ടികളില്ല, പഴയ വണ്ടികളിലൊക്കെ ഉണ്ടായിക്കൂടെ ഇല്ല. നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യാൻ കാരണം കേരള വണ്ടിനോട് അതേ ഈക്വൽ ലുക്ക് ഉള്ളതുകൊണ്ടും ക്വാളിറ്റിയും മെക്കാനിക്കും ഉള്ളതുകൊണ്ടാണ് പർച്ചേസ് ചെയ്തത്. എന്നാലും എടുക്കുന്ന കസ്റ്റമർ ടയോട്ടയെ കൊണ്ടുപോയിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. 22 മോഡൽ GX മാനുവൽ വാഹനമാണ്. ഡയമണ്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ഡയമണ്ട് അലോയിൽ ഒരു സാധാരണ ടാക്സി വണ്ടിയിലാന്ന് വരാറില്ല. പുതിയ ടയർസ് അല്ലേ? പുതിയ ടയർ. ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് പുതിയ ടാക്സ്, പുതിയ ഇൻഷൂർ, ഫുൾ ടാങ്ക് ഡീസലോട് കൂടിയിട്ട് നല്ലൊരു പ്രൈസിന് കൊടുക്കും. കേരള നമ്പർ ആക്കിയിട്ടാ? കേരള നമ്പർ ആക്കിയിട്ട്. അപ്പൊ എത്ര കൊടുക്കാം ഇപ്പൊ? നമ്മള് 19 കൊടുക്കാം. 19,50,000 കേരള നമ്പർ ആക്കിയിട്ട് 22 GX മാനുവൽ വാഹനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇതിലും വിലക്കുറവിൽ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിട്ടുള്ള ടയേഴ്സ്, അതിൻ്റെ മെക്കാനിക്കൽ അവസ്ഥ, കിലോമീറ്റർ, ടാമ്പറിങ് ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അതെ വണ്ടി നോക്കൂ. നിങ്ങൾ ഇന്റീരിയർ ഇതൊക്കെ കാണിച്ചു കൊടുത്തോ. അങ്ങനത്തെ ഒരു വണ്ടി, നല്ലൊരു ക്വാളിറ്റി വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. പിന്നെ ഈ കമ്പനിയിൽ 5 വണ്ടി എടുത്തിരുന്നു നമ്മള്. ഈ 5 പോയിട്ട് ഈ വണ്ടിനുള്ളൂ, ബാക്കിയുള്ളൂ അല്ലേ? സ്പെഷ്യൽ പ്രൈസ് 25,000 രൂപ കുറച്ച് 19,25,000 കൊടുക്കുക. വിത്ത് ഫ്യൂൾ, ഫുള്ള് ഫ്യൂലോട് കൂടിയിട്ട് കൊടുക്കും. ഫ്യൂലോട് കൂടി കേരള നമ്പർ ആക്കിയിട്ട് 19.25 ലക്ഷത്തിന് കൊണ്ടുപോകാം. അവർക്ക് എണ്ണ അടിച്ച് ഓടിയാൽ മതി. അത് കഴിഞ്ഞാല് അടുത്ത വണ്ടി, അടുത്തതും ക്രിസ്റ്റയാണ്. ഇതൊരു വെറൈറ്റി കളറാണ്, അതായത് ബ്രോൺസ് മെറ്റാലിക്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 സിംഗിൾ ഓണർ. 83,000 കിലോമീറ്റർ ഓടിയത്. 83,021 കേരള വണ്ടി. ഇത് ഒറിജിനൽ കേരള. 4 പുതിയ ടയർ, 0 ക്ലൈം. ഇപ്പൊ ഷോറൂമിലുള്ള വണ്ടിയിൽ ഒന്നും ക്ലൈം ഉള്ള വണ്ടിയില്ല, എല്ലാം 0 ക്ലൈം വണ്ടികളാണ്. അപ്പോ കിലോമീറ്റർ 83,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനം. ഫുൾ സർവീസ് ഉണ്ടാവും അല്ലേ? ഫുൾ കമ്പനി സർവീസ്. ഏതാ പറഞ്ഞ മാനുവൽ? Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് ആണ്. Z ഓട്ടോമാറ്റിക് 2021 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 83,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ Z ഓട്ടോമാറ്റിക്കിൽ ഇപ്പൊ 2 ഉണ്ട്, ഒന്ന് വൈൻഡ്രഡ് ഉണ്ട്, ഒന്ന് ഇതുണ്ട് അല്ലേ? അതിന് 2 വണ്ടിയും കൂടെ ഉണ്ട്. വർക്ക്ഷോപ്പിൽ ചെറിയ വർക്കിലാണ്. വൈറ്റും ഉണ്ട്, സെയിം കളർ ഒന്നും കൂടെ വൈറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ Z ഓട്ടോമാറ്റിക് 3 വണ്ടിയുണ്ട് മൊത്തം. 4. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് 28,500. 28,50,000. സ്പെഷ്യൽ എങ്ങനെയാ? 28,500 28,500 കൊടുക്കാം. 28,500 കൊടുക്കാം. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിക്കോ. മാക്സിമം നല്ല വണ്ടികളാണ് ഒക്കെ ഉള്ളത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മുതല്. നമ്മള് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഇതാ മസ്താങ് അല്ലേ? എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ടിയായ ഐറ്റമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഒരു മസിൽ കാറാണ്. അതെ, മസിൽ കാർ, അമേരിക്കൻ മസിൽ കാർ. തീർച്ചയായും ഫോർഡ് മസ്താങ്. ഫോർഡ് മസ്താങ്. ഇത് 2016, അതായത് 2016 മോഡൽ, 54,000 കിലോമീറ്റർ ഓടിയ ഫോർഡ് മസ്താങ്. DL രജിസ്ട്രേഷൻ ആണ്. ഡൽഹി രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനമാണ്. എവിടെയോ NOC കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല? ഇല്ല. ഇനി വണ്ടിയുടെ സ്പെഷ്യാലിറ്റി, വണ്ടിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കും. വണ്ടി നമ്മള് ടോട്ടലി നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. ഷെൽബിയുടെ കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. ഷെൽബിയുടെ ഫിറ്റിംഗ്സ്, അതെ, അലോവീല്, അതുപോലെ ടയേഴ്സ്, ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എല്ലാവരും ചെയ്യൂലേ? അത് എല്ലാവരും ചെയ്യും, പക്ഷെ നമ്മള് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അതായത് പോർഷെ ഒക്കെ വരുന്ന വീലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിനി ഒരു വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും പെട്രോൾ അടിച്ച് ഓടേണ്ട രീതിക്ക് കൺവേർട്ട് ചെയ്തു. വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും ഒരു അടിപൊളി ഷെൽബിന്റെ ഫുൾ കിറ്റ് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ഫോർഡ് മസ്താങ് ആണ്. 2016 54,000 കിലോമീറ്ററോടെ വെഹിക്കിൾ. അവിടെ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? അല്ല, ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. അതൊക്കെ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഓണർഷിപ്പ് നോക്കിയിട്ട് കാര്യം. ഇത് ഓൾ ഓവർ ഇന്ത്യ ഒരേ മാർക്കറ്റിലുള്ള വെഹിക്കിളാണ്. ഫോർഡ് മസ്താങ് ആയാലും പോർഷെ 911, ഇത്തരം കാറുകളൊക്കെ ഓൾ ഇന്ത്യ ഒരേ മാർക്കറ്റ്, ഏകദേശം ഒരേ മാർക്കറ്റ് തന്നെയാണ്. അതെ. അപ്പോൾ ഒരു മസ്താങ് പ്രേമി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.
നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. നമ്മൾ ഇതിന് ചോദിക്കുന്നത് 74 ലക്ഷം രൂപ. 74,000. ഏകദേശം എത്ര, 1 കോടിയുടെ അടുത്തുണ്ടോ? 1 കോടിയോളം വിലയുണ്ട്. 1 കോടിയോളം വില വരുന്ന വണ്ടി 74 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂലേ ബ്രോ? നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ വർക്കോ കാര്യമൊന്നുമില്ല, ഫുൾ സർവീസ് എല്ലാം പക്കല്ലേ? എല്ലാ സർവീസും കറക്റ്റാണ്. റീസെന്റ് സർവീസ് തൃശ്ശൂരിന്ന് ചെയ്ത വണ്ടിയാണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കൊണ്ടുപോയിട്ട് വേണേൽ ചെക്ക് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും ഷോറൂമിൽ കൊണ്ടുപോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് വെഹിക്കിൾ എടുത്താൽ മതി. നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ഇതിലും പറഞ്ഞ് നമ്മുടെ എല്ലാ വണ്ടികളും നിങ്ങളുടെ അതാത് ഏത് ബ്രാൻഡിന്റെ വെഹിക്കിളാണോ അതാത് ഷോറൂമിൽ കൊണ്ടുപോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു ഫോർഡ് മസ്താങ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മളെ ഇനി കാണാൻ പോകുന്നത് മൊത്തം പ്രീമിയം സെഗ്മെന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ വണ്ടികളുണ്ട്. ഒരു പോളോ ഉണ്ട് അല്ലേ? പോളോ കാണിക്കാനുള്ളതാ? പോളോ ഉണ്ട്. പോളോ നമ്മുടെ അടുത്ത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പോളോകളുണ്ട്. കുറച്ച് റീഫർബിഷ്മെന്റ് പോളിഷിംഗ് ഒക്കെ ആയിട്ട്. GT ഏതെങ്കിലും ഉണ്ടോ പോളോ? GT ഉള്ളത് നിലവിലുള്ളതും GT തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ലക്ഷറിയിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ വാഹനം, ആദ്യം എന്താ പറയുന്നത് കഴിഞ്ഞു. വോൾവോ S90 ആണ്, ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി വെഹിക്കിൾ. KL16 4444 അടിപൊളി നമ്പറാണ് അല്ലേ? വേൾഡ് സേഫസ്റ്റ് കാറാണ്. അതെ, സേഫസ്റ്റ് കാർ വോൾവോ. ആ ബ്രാൻഡ് തന്നെ സേഫസ്റ്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2019 വണ്ടിയാണ്. 39,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 39,000 ഫുൾ ഓപ്ഷൻ. ഇത് അതെ, ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പേര്. ഇൻസ്ക്രിപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ഇല്ല? എല്ലാ സർവീസും കമ്പനിയാണ്. മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി, ഒരു കിഡിലം ഫാൻസി നമ്പറോട് കൂടി. ഓക്കെ, അതെ തീർച്ചയായും. വോൾവോന്റെ ഇവിടെ അടുത്ത സർവീസ് സെന്റർ കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്. കോഴിക്കോടായിരിക്കും അടുത്തല്ലേ? ഇവിടെ കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിം ഇല്ല, സീറോ ക്ലെയിം വണ്ടി. 0 ക്ലെയിം. 19 മോഡലാണ്, ഇൻസ്ക്രിപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രയാ പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 41 ലക്ഷം രൂപ. 41 ലക്ഷം ഒറിജിനൽ കേരള. ഇതിന്റെ ഒക്കെ ഏകദേശം ഒരു മൈലേജ് എങ്ങനെ കിട്ടുന്നുണ്ട്? ഇത് നമുക്കൊരു 16 ഒക്കെ കിട്ടും, 16 കിലോമീറ്റർ പെർ ലിറ്റർ. എൻ്റെ അടുത്ത് ഏതോ ഒരു വീഡിയോയിലോ റീലിലോ ആരോ കമന്റ് ചെയ്ത് ചോദിച്ചു, എടാ പൊട്ട, ഈ പ്രീമിയം വണ്ടീന്റെ മൈലേജ് നീ അല്ലാതെ ചോദിക്കുമെന്ന്. പ്രീമിയം വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. അതെ, ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വോൾവോയില് 2 ലിറ്റർ എഞ്ചിനാണ് എല്ലാ വണ്ടിയും. അതുകൊണ്ട് തന്നെ ഇത് നല്ല മൈലേജുള്ള വെഹിക്കിളാണ് എല്ലാ വെഹിക്കിളും. ഈവൻ 7 സീറ്റർ വെഹിക്കിൾ XC90 വരെ 2 ലിറ്ററിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് BMW 520D. ഓക്കെ, KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ, റിയാദ, ഒറിജിനൽ കേരള വെഹിക്കിൾ. ഓക്കെ, അടിപൊളി നമ്പറാണ് 7777. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2012 ആണ് മേക്ക്, 13 ഡെലിവറി രജിസ്ട്രേഷനുള്ള. ഓക്കെ, 2012 മുതൽ 2026 വരെ, അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തത്, 2025 ഡിസംബർ. അതുവരെയും ഫുൾ കമ്പനി സർവീസോട് കൂടിയുള്ള വാഹനമാണ്. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഇത് ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്തത് തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് ഓണറിൽ നിന്ന് നമ്മൾ മേടിച്ച് സെക്കൻഡ് ഓണർക്കും തേർഡ് ഓണർക്കും നമ്മൾ കൊടുത്ത വണ്ടി. അതുകൊണ്ട് തന്നെ വണ്ടി ഹൈ ക്വാളിറ്റിയാണ്, എല്ലാ സർവീസും കമ്പനിയാണ്. ഇപ്പൊ നമ്മള് റീസെന്റ് വണ്ടി വന്നിട്ട് 1-2 വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 സീരീസ് ആണ്. ഇതിനും അത്യാവശ്യം മൈലേജ് തന്നെ കിട്ടും. നല്ല ഇത് ഒരു 18-17 ഒക്കെ മൈലേജ് സുഖമായിട്ട് കിട്ടും. ഇതൊക്കെ 3 സീരീസിന്റെ എഞ്ചിൻ തന്നെയല്ലേ? അതെ, 3 സീരീസിന് 5 സീരീസ് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലാണ്. കുറച്ചും കൂടി ഹോഴ്സ് പവറും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ ഡെയിലി യൂസിന് പറ്റിയ പ്രീമിയം സെഗ്മെന്റ് ആണ്. വേറെ ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതിനകത്ത്. ഒന്നുമില്ല. ചെറിയ പരിക്കുകളൊക്കെ, ബമ്പർ സ്ക്രാച്ചസ്, പെയിന്റിങ്, ടച്ചപ്പുകൾ, റണ്ണിംഗ് ബോർഡൊക്കെ വന്ന് പെയിന്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും, ഗ്ലാസ് മാറ, ഡിക്ക് മാറ, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ഇപ്പോൾ? ഇത് നമുക്ക് 13.5 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. 13,50,000 രൂപയ്ക്ക് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ 520D ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? നിങ്ങൾ ഡൽഹിയിലൊന്നും പോകണ്ട, കേരള വണ്ടി തന്നെ കിട്ടും. ഒറിജിനൽ കേരള നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. ഇതിലൊക്കെ ലോൺ കിട്ടാൻ വെച്ചാൽ കുറച്ച് പ്രയാസമായിരിക്കും. മോഡൽ ഇത് നമുക്ക് ചെയ്യുന്ന ബാങ്കുകൾ ഉണ്ട്, അത് കസ്റ്റമറെ ഡിപ്പെൻഡഡ് ആണ്. അവർക്ക് നമ്മളെ പേപ്പർ കൊടുത്തിട്ട് ചില കസ്റ്റമേഴ്സിനൊക്കെ കിട്ടും. ഇതിന് മുമ്പുള്ളൊരു വണ്ടി നമ്മൾ കൊടുത്ത് 10 ലാഖോളം ലോൺ കിട്ടിയിട്ടുണ്ട്. വോൾവോ ഷുവർ ആയിട്ട് കിട്ടും. വോൾവോ 100% കിട്ടും. ഇത് കുറച്ച് ഏജ് ആയതുകൊണ്ട് പീരിയഡ്സ് ടെനർ കുറയാൻ ചാൻസ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഒരു ലക്ഷറി 7 സീറ്റർ ആണ്. ഓഡിയുടെ Q7 KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. ഇവിടെ കാണുന്ന അധിക നമ്പർ കേട്ടോ ഫാൻസി ആണ്. അധിക നമ്പറും വണ്ടികളുടെ നോക്കുകയാണെങ്കിൽ ഫാൻസി നമ്പർ തന്നെയാണ് അധികം കാണുന്നത്. അതെ, അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ? നമുക്ക് കിട്ടുന്ന 90% വാഹനങ്ങളും ഫാൻസി നമ്പറാണ്.
നമ്മളിപ്പോ ഒരു പ്രീമിയം വണ്ടിക്ക് പിന്നെ ഓക്കെ നോർമലി കോമൺ ആയിട്ട് ഫാൻസി നമ്പർ എടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള ക്രിസ്റ്റകളായാലും ഏത് വാഹനങ്ങളായാലും അത് ഫാൻസി നമ്പറാണ്. ശരിക്കും ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെടുത്ത് വണ്ടി എടുത്താൽ അത് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ Q7 7 സീറ്റർ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വണ്ടിയാണ്. 2021 വരെ സർവീസ് ഉണ്ട് കമ്പനി. ബാക്കിയുള്ള സർവീസ് കസ്റ്റമർ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഗുഡ് ആണ്, മെക്കാനിക്കലി ഗുഡ് ആണ്. ഇത് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് എടുക്കാം. ഓക്കെ. സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ്. 13 ബാക്കി 21 ശേഷം പുറത്ത് സർവീസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഒന്ന് ആരെ കൊണ്ടുവന്നാണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേറെ ഒന്നുമല്ല. ഓക്കെ. Q7 എന്ന് പറയുമ്പോ ലോണ് ചാൻസ് ലോണ് നമുക്ക് ചെയ്യാം. ഇത് 2013 ആണ്, ലോണ് ചെയ്യാം. കറക്റ്റ് 13 ആയതുകൊണ്ട് അതെ, ലോൺ കിട്ടും. ഓക്കെ. ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ടില് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം 2018 കമ്പനി ഓടിന്റെ അത് സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ട്. പ്രൈസിങ് എങ്ങനെയത്? ഇത് നമുക്ക് വെറും 16 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. മാന്യമായ രീതിയിൽ വ്യത്യാസം. 7 സീറ്റർ ആണ് കിട്ടുന്നത് 16 ലക്ഷത്തിന്. അതായത് നിങ്ങളൊരു ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ മോഡൽ കൂടിയത് കിട്ടും. എന്തായാലും ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ക്രിസ്റ്റ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ Q7 ഉണ്ട്. പിന്നെ Q7 ആണ് ക്രിസ്റ്റ. മെയിൻ്റെനൻസ് ഇല്ലാത്ത പോലെയല്ല, ഇതിന് മെയിൻ്റെനൻസ് ഉണ്ടാവും. അതെ, ഇത് 1 കോടിയോളം വില വരുന്ന വണ്ടി. 1 കോടിക്ക് മുകളിൽ വില ഉണ്ട്. കിലോമീറ്റർ പറഞ്ഞു നമ്മള്. ഇത് കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ. 1.8. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയോ. ലോണും കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് അടുത്ത വണ്ടിയിൽ. അടുത്തത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് Volkswagen Polo GT ആണിത്. നേരത്തെ പറഞ്ഞിരുന്നു പോളോ ഒരുപാട് ഇനിയും വരാനുണ്ടെന്ന്. നമ്മളെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് പോളോ GT-കൾ ഉണ്ടാവാറുണ്ട്. ചെറുപ്പക്കാരുടെ ഇഷ്ട വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലയൻസും ഉണ്ട്. തീർച്ചയായും നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇനിയൊരു 2 വെഹിക്കിളും കൂടി GT നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. റീഫർബിഷ്മെന്റിലാണ് വെഹിക്കിൾ. കഴിഞ്ഞാൽ ഉടനെ ഒരു 1-2 ദിവസം കൊണ്ട് ഷോറൂമിൽ കയറും. സാധാരണക്കാരന്റെ മസ്താൻ. അതെ, അങ്ങനെ വിശേഷിപ്പിക്കാം. ഓക്കെ. GT. അപ്പൊ KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഇതും 6889 ലൈറ്റ് ഫാൻസി നമ്പറാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 വെഹിക്കിള് പോളോ GT 59,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ അണ്ടർ വാറന്റി വെഹിക്കിൾ. 21 1 ലിറ്റർ ടർബോ 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. DST വരൂല. DST 19 നിർത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ കിലോമീറ്റർ എത്ര പറയാം? 59,000 ഓടിയിട്ടുണ്ട്. ഞാൻ KL 55 55,000 കിലോമീറ്റർ 59,000. ക്ലെയിമും കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. അതെ. പ്രൈസ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 11,60,000 രൂപ. 11,60,000 21 GT ആണ്. ഓക്കെ. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഇത് നമ്മുടെ ബാക്കി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഓണത്തിന്റെ സ്പെഷ്യൽ റേറ്റ് നമ്മൾ വിട്ടുപോയി. നേരത്തെ ബാബുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ റേറ്റ് എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. ഓണം നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ എല്ലാ വണ്ടികൾക്കും ഒരു സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഏത് വാഹനങ്ങൾ ഈ സെപ്റ്റംബർ 15-ാം തീയതി വരെ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫുൾ ടാങ്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ നമ്മളെ കൊടുക്കുന്നതാണ്. ഒരു ടൂറ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും ഓണക്കായിട്ട്. എല്ലാവർക്കും നമ്മുടെ വക. ഇതില് ബാക്കിയുള്ള സ്പെഷ്യൽ പ്രൈസ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ചെയ്തു കൊടുക്കാൻ എന്തായാലും 100% എന്തായാലും നമ്മൾ വ്യത്യാസം ചെയ്യും. കസ്റ്റമേഴ്സിനെ സന്തോഷപ്പെടുത്തുക എന്നുള്ളതല്ലേ. കസ്റ്റമേഴ്സിന് നമ്മൾ കൂടെ നിന്നില്ല. ഇപ്പൊ നമ്മുടെ 1-ാം വാർഷികല്ലേ, ഞങ്ങളുടെ കൂടെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള കസ്റ്റമേഴ്സിനും അതേപോലെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ 1-ാം വാർഷികം ആയി ഇതുവരെ ഓട്ടോയ്ക്കായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഓക്കെ. അപ്പോൾ തൽക്കാലം ഓണാശംസകൾ പറഞ്ഞ് നിർത്തുക. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓവർടേക്കുള്ള കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇവിടുന്ന് മുന്നേ വണ്ടികൾ എടുത്തവരുണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ 1-ാം വാർഷികത്തോടു കൂടി ഓണാശംസകൾ. താങ്ക് യു.